ഹലോ ഗൈസ്, അപ്പോൾ പൊങ്കാലയുടെ പിറ്റേ ദിവസം ഞാൻ ആറ്റുകാലമ്മയുടെ അകത്തെഴുന്നള്ളിപ്പ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ മണക്കാട് ജംഗ്ഷൻ എത്തിയപ്പോൾ അമ്മ തിരികെ ക്ഷേത്രത്തിലേക്ക് പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മണക്കാട് ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങാൻ വേണ്ടിയിട്ട് അമ്മ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു, 10 മണി 11 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അങ്ങനെ തിരികെ ആ കളിപ്പാങ്കുളം വഴി പോസ്റ്റ് ഓഫീസ് വഴി കറങ്ങിയാണ് വരുന്നത്. അപ്പം ഞാൻ മണക്കാടിലൂടെ ആ ജംഗ്ഷൻ മാർക്കറ്റ് റോഡിലൂടെ ഞാൻ നേരെ ക്ഷേത്രത്തിലേക്ക് വന്ന് തൊഴുതിട്ട് ഒരു സ്ഥലം പിടിച്ച് അങ്ങനെ ഇരുന്നു. കാരണം അകത്തെഴുന്നള്ളിപ്പ് കാണാനല്ലേ ഞാൻ വന്നത്. അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ. പിന്നെ ഞാൻ കുറേ നേരം പോസ്റ്റായിപ്പോയി. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. മാത്രമല്ല ഒരു ഒരു 12:30 1 മണിയായപ്പോഴാണ് അമ്മ തിരികെ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങിയത്. അപ്പം മുത്തുക്കുടയും അതുപോലെ തന്നെ പണ്ടാര ഓട്ടവും പിന്നെ തീവെട്ടിയും നാദസ്വരവും പഞ്ചവാദ്യവും ചെണ്ടമേളവും ഇതിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് അമ്മ അകത്തേക്ക് എഴുന്നള്ളുന്നത്. അപ്പം ആനയുണ്ട്, ആനപ്പുറത്താണ് ഇവിടെ എഴുന്നള്ളത്ത്. പാറന്നൂർ നന്ദൻ എന്ന് പറഞ്ഞൊരു ആനയാണ്, കറക്റ്റ് പേരാണെന്ന് എനിക്കറിയില്ല. ആ ആനയാണ് അമ്മയുടെ തിടമ്പെടുത്തത്. അപ്പം ദേവി ക്ഷേത്രത്തിനകത്ത് ഒരു വലം വച്ചിട്ടാണ് നേരെ അകത്തേക്ക് പോകുന്നത്. ആനപ്പുറത്തും ഇറക്കിയിട്ട് അകത്തേക്ക് പോകുന്നത്. അപ്പോൾ അതായത് ഇതാണ് പണ്ടാരയോട്ടം കേട്ടോ. അതായത് കുത്തിയോട്ടത്തിൽ മെയിനായിട്ട് ക്ഷേത്രവക ഒരു ഓട്ടം കാണാം, അതാണ് പണ്ടാരയോട്ടം. അങ്ങനെ തീവട്ടിയുടെയൊക്കെ ആ ഒരു അലങ്കാരത്തിൽ അമ്മ ഇങ്ങനെ എഴുന്നള്ളി വരികയാണ്. ആ ഒരു വല വെച്ചതിന് ശേഷം പിന്നീട് ശ്രീകോവിലിന് അഭിമുഖമായിട്ട് നിന്നിട്ട് അമ്മയുടെ തിടമ്പ് ആനപ്പുറത്തുനിന്ന് താഴെ ഇറക്കി പിന്നീട് അകത്തേക്ക് കൊണ്ടുപോയിട്ട് ശ്രീകോവിലിന് ഒരു വലം വയ്ക്കും. എന്നിട്ടാണ് ശ്രീകോവിലിനകത്തേക്ക് ഈ തിടമ്പ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. ദീപാരാധന അതുപോലെ തന്നെ ചൂരലഴിപ്പും ഒക്കെ നടക്കുന്നത് കുത്തിയോട്ട കുട്ടികളുടെ. അപ്പോൾ ആന പുറത്തേക്ക് വരികയാണ്. ആന പുറത്തേക്ക് വന്നിട്ട് അകത്തുള്ളവർ പുറത്തിറങ്ങാവോ എന്നുള്ളൊരു വിശ്വാസം കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും കുത്തിയോട്ട ബാലന്മാരാണ്. അപ്പം ഒരു വർഷത്തെ ആറ്റുകാലമ്മയുടെ ഉത്സവത്തിനായിട്ടുള്ളൊരു കാത്തിരിപ്പാണ് ഇനി. വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.